മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, PSC പരീക്ഷ പാസ്സായി ഉദ്യോഗവും പ്രതീക്ഷിച്ചിരിക്കാതെ വേറെ വല്ല പണിയും കൂടി നോക്കണമെന്ന്. മന്ത്രി സജി ചെറിയാൻ സത്യം പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെടാത്ത പലരും അദ്ദേഹത്തെ പൊങ്കാലയിടുന്നത് കണ്ടു. പക്ഷേ സജി ചെറിയാൻ്റെ നിരീക്ഷണം കൃത്യമായിരുന്നുവെന്ന് പറയാതെ വയ്യ. കേരളത്തിലെ ഏറ്റവും പ്രിവിലേജ്ഡ് സമൂഹമാണ് PSC എഴുതി സർക്കാർ സർവീസിൽ കയറിക്കൂടിയ ഏതാണ്ട് 5 ലക്ഷത്തിൽ പരം പേര്. നേരത്തെ സർവീസിൽ നിന്നും വിരമിച്ച് 7 ലക്ഷത്തിൽ പരം പേരും ആ കൂട്ടത്തിലുള്ളതാണ്. കേരളത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ ഏതാണ്ട് 40% ഇവരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്, ശമ്പളവും പെൻഷനും അടക്കം. അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് കേരളത്തിലെ നികുതിദായകരായ ജനങ്ങൾക്ക് ലഭ്യമാകുന്നതെന്ന് ആലോചിക്കേണ്ട വിഷയം തന്നെയാണ്. സർക്കാർ ജോലി കിട്ടിയാൽ പിന്നെ അതിനൊത്തൊരു വിവാഹവും കൂടി തരപ്പെടുത്തി കുശാലായി ജീവിക്കുന്ന ഇവർ സമൂഹത്തിന് പലപ്പോഴും ബാധ്യതയായി മാറുന്ന അവസ്ഥയാണ് നമുക്ക് ചുറ്റും കാണുന്നത്. സമൂഹത്തിലെ 1-ാം ഗ്രേഡിലുള്ളവരെല്ലാം ഈ പണിക്ക് നിൽക്കാതെ കടൽ കടന്ന് അക്കരെ ചെന്ന് പണിയെടുത്ത് ജീവിക്കുന്നു. അതിന് താഴെ ഗ്രേഡിലുള്ളവർ ഇവിടെ സ്വയം തൊഴിലെടുത്തും ഒന്നും പറ്റിയില്ലെങ്കിൽ രാഷ്ട്രീയത്തിലിറങ്ങിയെങ്കിലും ജീവിക്കും. അതിനും കൊള്ളാത്തവനാണ് ആനമുടിയുടെ പൊക്കവും അറബിക്കടലിൻ്റെ ആഴവും അഗസ്ത്യമുടിയുടെ നെറുകയിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ പേരുമൊക്കെ ഉത്തരമെഴുതി PSC റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടുന്നത്. തമാശയായിട്ടാണ് പറയുന്നതെങ്കിലും ഏറെക്കുറെ സത്യമല്ലേ? ജനങ്ങൾക്ക് എത്ര പ്രയോജനമുള്ള ചോദ്യങ്ങളാണ് PSC അവരോട് ചോദിക്കുന്നത്? ഒരു വില്ലേജിൽ കരമടയ്ക്കാൻ പോകുന്ന സാധാരണക്കാരന് അറബിക്കടലിൻ്റെ ആഴമറിഞ്ഞിട്ട് എന്ത് കാര്യം? സർക്കാർ ഉദ്യോഗം തരപ്പെടുത്തി കഴിയുമ്പോൾ ഒപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യങ്ങളും പെൻഷനും ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്കായി അവൻ്റെ മുന്നിൽ വരുന്നവനെ വലച്ച് 10 പുത്തനുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. കേരളത്തിൽ ഉദ്യോഗസ്ഥർ ചട്ടങ്ങളും നിയമങ്ങളും വ്യാഖ്യാനിക്കുന്നത് കണ്ടാൽ, അത് കേട്ടാൽ നമ്മൾ അത്ഭുത പരതന്ത്ര കുതന്ത്രരായി നിന്നുപോകും. ഇടയ്ക്കൊന്ന് പറയട്ടെ, വേദങ്ങളും ഉപനിഷത്തുകളും ഒരുപാട് മഹാരഥന്മാർ പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വേദങ്ങളെല്ലാം മാറ്റിക്കുറുക്കി എഴുതി വച്ചിട്ടുള്ളതാണ്. വ്യാഖ്യാനിക്കുന്നവർ അവരവരുടെ മനോധർമ്മമനുസരിച്ച് അതിന് ഓരോ ഭാഷ്യം നൽകുന്നു. അതിലേറ്റവും സുന്ദരമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്വൈതത്തിൻ്റെ ഭാഷ്യത്തിൽ ശ്രീ ശങ്കരാചാര്യരുടെ വ്യാഖ്യാനങ്ങളാണ്. ഭാരതത്തിലുടനീളം നടന്ന് ആചാര്യന്മാരെ തർക്കിച്ച് തോൽപ്പിച്ചാണ് ശങ്കരാചാര്യർ സർവജ്ഞപീഠം കയറിയത്. ഇന്ന് ശങ്കരാചാര്യർ ജീവിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ചില വ്യാഖ്യാനം കാണുമ്പോൾ, അത് കേൾക്കുമ്പോൾ ഈ സർവജ്ഞപീഠം അവർക്ക് സമർപ്പിച്ചിട്ട് സമൂഹത്തോട് ക്ഷമ പറഞ്ഞ് ലോകത്തോട് തന്നെ വിട പറഞ്ഞേനെ. സ്വച്ഛന്ത മൃത്യു കൈവരിച്ചിട്ടുള്ളവരിൽ ആരെങ്കിലും ഇന്നുണ്ടെങ്കിൽ അവർ മരണം ചോദിച്ചു വാങ്ങിയേനെ. കഥകളിയിലും കർണാടക സംഗീതത്തിലും മനോധർമ്മം പാടുകയും ആടുകയും ചെയ്യും. ആസ്വാദകർക്കത് വിരുന്നാണ്. എന്നാൽ ഇന്ന് ഉദ്യോഗസ്ഥർ മനോധർമ്മം അനുസരിച്ച് നിയമങ്ങളും ചട്ടങ്ങളും വ്യാഖ്യാനിക്കുന്നത് കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു വില്ലേജിൽ നടന്ന സംഭവം പറയാം. വസ്തു ആധാരം ചെയ്ത് വാങ്ങിക്കഴിയുമ്പോൾ പോക്കുവരവിനുള്ള ഫീസ് അടച്ച് വില്ലേജിലേക്ക് ഒരു രേഖ നൽകണം. സാധാരണക്കാർ അത് അക്ഷയ മുഖേനയാണ് നടത്തുന്നത്. അങ്ങനെയാണ് നടത്തേണ്ടത്. ഏത് അക്ഷയയിൽ നിന്ന് വേണമെങ്കിലും ഇത് പൂർത്തിയാക്കാം. എന്നാൽ മേൽപ്പറഞ്ഞ വില്ലേജ് ഓഫീസറിനടുത്തുള്ള കൃഷ്ണപിള്ള ചേട്ടൻ്റെ അക്ഷയയിൽ നിന്ന് തന്നെ വേണമെന്ന് ശഠിച്ചു. കഥയറിയാത്ത സാധാരണക്കാരൻ സർക്കാരിന് കിട്ടാനുള്ളത് കിട്ടിയില്ലേ എന്ന് ചോദിച്ചിട്ടും വില്ലേജ് ഏമാൻ കുലുങ്ങുന്നില്ല. ചുരുക്കത്തിൽ സർക്കാർ ഫീസ് അടയ്ക്കുമ്പോൾ കൂടെ അക്ഷയ സെൻറ്ററിന് സർക്കാർ അനുവദിച്ചു നൽകുന്ന 10-20 രൂപയിൽ അതിപ്പോൾ 30 വരെ പലരും വാങ്ങും. അതിൽ നിന്നും കൈയിട്ട് വാരുന്നുവെന്ന് സാരം. നാട്ടിൻപുറത്ത് ഒരു ഭാഷ്യമുണ്ട്, ഉറിയൽ തൂങ്ങിയവൻ്റെ എവിടെയോ തൂങ്ങി എന്ന്. അതുതന്നെ ഇവൻ സർക്കാരിലേക്ക് ഒടുക്കിയ പണത്തിൽ നിന്നാണ് തനിക്ക് മാസാമാസം ചെലവ് കാശ് ലഭിക്കുന്നതെന്ന ചിന്ത ഇക്കൂട്ടർക്കില്ല. നിയമം അത് വ്യാഖ്യാനിക്കപ്പെടാനുള്ളതാണ്. വ്യാഖ്യാനിക്കുന്നവൻ്റെ യുക്തി അനുസരിച്ച് സഹായിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യാം. സ്പിരിറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, സ്പിരിറ്റ് ഓഫ് ദി ഓർഡർ, സ്പിരിറ്റ് ഓഫ് ദി ലാ എന്നൊക്കെ ചില വാചകങ്ങളുണ്ട്. തങ്ങൾക്ക് മാസശമ്പളം തരുന്ന ജനത്തോട് ഒരു രീതിയിലുള്ള നീരസമാണ് പല ഉദ്യോഗസ്ഥർക്കുമുള്ളത്. ഒരു വർഷം മുൻപ് ആലപ്പുഴ ജില്ലയിലെ ഒരു 5 സ്റ്റാർ റിസോർട്ട് കോവിഡ് മൂലം സാമ്പത്തിക പ്രതിസന്ധിയിലായി.
അടച്ചുപൂട്ടലിൻ്റെ വക്കിലായി. അതിനിടയ്ക്ക് വാട്ടർ അതോറിറ്റിയിൽ നിന്നും വലിയ തുക കുടിശ്ശികയായി ബില്ല് വന്നു. പതിവനുസരിച്ച് അതോറിറ്റി കണക്ഷൻ വിച്ഛേദിച്ചു. കുടിവെള്ളം വിച്ഛേദിക്കാൻ ഉത്തരവ് നൽകിയ ഉദ്യോഗസ്ഥൻ ആത്മകഥം പറഞ്ഞത് ഒരുത്തനെ പൂട്ടിച്ചു എന്നാണ്. ഇത് അസൂയയാണോ ഈർഷ്യയാണോ എന്നൊന്നും അറിയില്ല. ഉടമ ഹൈക്കോടതിയിൽ പോയി 50,000 രൂപ അടച്ച് റീ കണക്ഷൻ കൊടുക്കാൻ ഉത്തരവ് മേടിച്ചു. തമ്പുരാക്കന്മാർ കനിഞ്ഞില്ല. ഏതായാലും റിസോർട്ട് ഉടമ ആരോ മുഖേന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനെ ബന്ധപ്പെട്ടു. ഹൈക്കോടതി ഉത്തരവ് ഉടൻ പാലിക്കാൻ മന്ത്രി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടു. ഒരു ദിവസം കഴിഞ്ഞിട്ട് അനക്കമില്ല. അവർ വീണ്ടും റോഷി അഗസ്റ്റിനെ വിളിച്ചു. റോഷിയിൽ ഗുരുവായ KM മാണിയുടെ ബാധ കയറി. നേരെ എഞ്ചിനീയറെ വിളിച്ച് കാര്യം തിരക്കി. പതിവ് പോലെ എന്തോ കഥ പറഞ്ഞു. ഇപ്പോൾ എത്ര സമയമായെന്ന് റോഷി ഉദ്യോഗസ്ഥനോട് ചോദിച്ചു. സമയം 11:28 ഉദ്യോഗസ്ഥൻ മറുപടി പറഞ്ഞു. 11:58 ഞാൻ വിളിക്കും, അപ്പോൾ പണി പൂർത്തിയായിരിക്കണമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. 11:45 ഉദ്യോഗസ്ഥൻ ഫോൺ വിളിച്ച് റിസോർട്ടിൽ മോട്ടോർ അടിക്കുന്ന ശബ്ദം കേൾപ്പിച്ചു കൊടുത്തുവെന്നാണ് സാക്ഷ്യം. ഇതാണ് സ്പിരിറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പൗരനെ സഹായിക്കുക. ഹൈക്കോടതി പറഞ്ഞ പണം കെട്ടിവെച്ചിട്ടും കോടതി ഉത്തരവ് വന്നില്ല എന്ന് സാങ്കേതികത്വം. അതോറിറ്റിയുടെ അഭിഭാഷകൻ കോടതി ഉത്തരവ് അറിയിച്ചിട്ടും അത് നടക്കാത്തത് ഉദ്യോഗസ്ഥൻ്റെ വീഴ്ച. റോഷി അവസരത്തിനൊത്ത് ഉയർന്നു. നിയമത്തെ അതിൻ്റെ വഴിക്ക് വ്യാഖ്യാനിക്കാൻ അറിയാവുന്ന അധികാരികൾ കുറവാണ്. കരുണാകരൻ, KM മാണി, CH മുഹമ്മദ് കോയ, EK നായനാർ ഇവരൊക്കെ അതിന് മിടുക്കരായിരുന്നു. 1980കളുടെ ആദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്ററെ ഭരണമേൽപ്പിക്കാൻ മുഖ്യമന്ത്രി കരുണാകരൻ തീരുമാനിച്ചു. അതിനെതിരെ പ്രതിപക്ഷം ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങി. പിരിച്ചുവിടാൻ പാടില്ലെന്ന ഉത്തരവ് മറികടക്കാൻ കരുണാകരൻ തീരുമാനിച്ചു. തലേദിവസം വൈകിട്ട് ഗവർണർ ഓർഡിനൻസ് ഇറക്കി. പഞ്ചായത്തുകളുടെ കാലാവധി നീട്ടി നൽകാൻ സർക്കാരിനുള്ള അധികാരം എടുത്തു കളഞ്ഞിരിക്കുന്നു. സർക്കാരിനില്ലാത്ത അധികാരം ഉപയോഗിച്ച് കാലാവധി നീട്ടാൻ പറ്റില്ല. കോടതി ഉത്തരവ് ലംഘിച്ചതുമില്ല. ഇതാണ് സ്പിരിറ്റ് ഓഫ് ദി ലോ. നമ്മൾ ചിന്തിക്കണം. സജി ചെറിയാൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ ചിന്തിക്കണം. ഈ PSC പരീക്ഷ എഴുതി കയറിക്കൂടി പൊതുജനത്തിന് ബാധ്യതയാകുന്ന കൂട്ടരെ എന്ത് ചെയ്യണമെന്ന് ഇരുത്തി ചിന്തിക്കണം. ശമ്പളം നൽകുന്നത് ജനങ്ങളാണെന്ന അവബോധം ഇവരിലുണ്ടാക്കണം. എന്നാലേ ഇവർക്ക് ജനങ്ങളോട് വിധേയത്വം ഉണ്ടാവുകയുള്ളൂ. ശമ്പളം നൽകുന്നവനോട് വിധേയത്വമില്ലാത്ത ഏക ശമ്പളക്കാരാണ് സർക്കാർ ഉദ്യോഗസ്ഥർ. ആ സ്ഥിതി മാറണം. സ്വന്തം അപ്പൻ മരിച്ച ഒഴിവിൽ ജലസേചന വകുപ്പിൽ കടന്നുകൂടിയ ഒരു വിദ്വാൻ കൊല്ലത്ത് ചെറുകിട ജലസേചന വകുപ്പിൽ ഒരേ സീറ്റിൽ അട്ടിപ്പേറ് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം 10-15 കഴിഞ്ഞു. ഒരു മന്ത്രി വിചാരിച്ചാൽ പോലും അവനെ സ്ഥലം മാറ്റാൻ പറ്റില്ല. അത്ര പിടിപാടാണ് അവന്. കോൺട്രാക്ടർമാരെ വിരട്ടി പണം സമ്പാദിക്കലാണ് അവൻ്റെ മുഖ്യ തൊഴിൽ. മാത്രമോ അവന് എതിര് നിൽക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർക്കെതിരെ ഊമക്കത്തെഴുതുക, വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ നടത്തിക്കുക. ഇതൊക്കെയാണ് അവൻ്റെ കീമാപ്പണികൾ. പിന്നെ എങ്ങനെ നാട് നന്നാവും? ഇത് സത്യത്തിൽ സ്പിരിറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, വാറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനാണ്. ചിന്തിക്കണം.